ഇന്നത്തെ ഒരു ദിവസം തുടങ്ങുന്നത് ഇപ്പോഴാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പല്ലെടുക്കാൻ പോയിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് മണി 12:45 ഒന്നുണ്ട്. വന്നിട്ട് വേണം ഇപ്പോൾ ഓരോന്ന് ചെയ്യേണ്ടത്. അരിയടപ്പത്ത് കുക്കറിനകത്തിട്ടുണ്ട്. പിന്നെ അതാ ചെമ്മീൻ, പിന്നെ അത് കോരാന്ന് പറഞ്ഞൊരു സാധനമില്ലേ, ആ മീനാണ്. അപ്പോൾ ഇത് രണ്ടും ഇപ്പോൾ കറി വെക്കണം. ചെമ്മീൻ ഞാൻ മിക്കവാറൊന്നും എടുക്കില്ല, മീൻ കറി മാത്രമേ വെക്കുള്ളൂ. അതിനകത്ത് 2 ദിവസം എടുത്ത് വറുക്കാമല്ലോ. അപ്പം അങ്ങനെ ഇരിക്കണം. അപ്പോൾ ഞാൻ പണികളൊക്കെ തുടങ്ങുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. മീൻ വറുക്കാനായിട്ട് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടേ. ചട്ടി ചൂടാവട്ടെ കേട്ടോ. മീനിട്ട് കൊടുക്കാം. മീൻ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനത് ഇറക്കാൻ പോകണേ. ഉണ്ടോ, അതിനെ ഇറക്കി വെച്ചു. ഇനി നമുക്കേ മീൻ ഗ്യാസ് കെട്ടി കിടക്കിയിരുന്നു. അപ്പം നമുക്കൊരു മീൻ കറി ഉണ്ടാക്കാവേ. ഞാൻ എല്ലാം കൂടി ഒന്ന് ഒരുമിച്ചിട്ടാണ് കഴിഞ്ഞത്. കഷ്ണം ചാറ് വെന്ത ശേഷം എടുക്കുന്നില്ല, എല്ലാം കൂടി ഒരുമിച്ചിടാൻ പോകണേ. സമയമില്ല, ഇനി സമയം ഒരുപാടായിപ്പോയി. കറിവേപ്പില ഇട്ട് കൊടുത്ത് പുളിവെള്ളം ഒഴിച്ച് കൊടുത്തേ. ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചരപ്പെല്ലാം കൂടി അങ്ങനെ തന്നെ കിടക്കല്ലേ. എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് ഇവിടെ കിടന്ന് വേവട്ടെ. ഈ മീൻ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരുവിധം വേവുള്ള മീനാണെന്ന് തോന്നുന്നുണ്ട്. ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ പണി തീർന്നു. മീൻ കറി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ മറ്റേ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കും. എനിക്കാണെങ്കിൽ എന്താ വിശന്നിട്ട് കണ്ണ് കാണാനില്ല. രാവിലെ അപ്പം എടുത്തിട്ട് കഴിക്കാൻ പറ്റിയില്ല, പല്ലുവേദന കൊണ്ട്. എന്ത് കഴിച്ചാലും പല്ലിൻ്റെ ഇടയിലോട്ട് പോകുന്നു. അത് കാരണം കഴിച്ചില്ല. അവിടെ ഞാൻ 2 പപ്സ് വാങ്ങിച്ചുകൊണ്ട് പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അതും കഴിക്കാൻ പറ്റിയില്ല. അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ, അത് കാരണം കഴിക്കാൻ പറ്റിയില്ല. അപ്പം എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. എനിക്ക് കഞ്ഞിയായിട്ടുണ്ട്. മീൻ കറി കണ്ടോ, ഞാനത് ഒന്നി ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഈ ചട്ടിയുടെ ചൂടും ഗ്യാസ് അടുപ്പിൻ്റെ ചൂടും കൊണ്ട് ഒന്നുകൂടെ നെയ്യൊക്കെ തെളിയും നന്നായിട്ട്. അപ്പോൾ ഇത് ഓഫ് ചെയ്ത് ഇനി എനിക്ക് കഞ്ഞി കുടിക്കണം, സുനിക്ക് ചോറ് കൊടുക്കണം. മരുന്ന് കഴിക്കാനുണ്ട്. എല്ലാം ഭക്ഷണത്തിന് ശേഷമുള്ള മരുന്നാണ്. പല്ലുവേദന എനിക്ക് സഹിക്കാൻ പറ്റണില്ല. ഒരു സൈഡ് മുഴുവനും പൊളിഞ്ഞും പോണ പോലെ വേദന. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ പറയുകയാണേ, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എനിക്ക് വ്യൂസ് കുറവാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ സബ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടന്ന് കരയണത്.